നമസ്കാരം. നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന 10-8 പേരും പറയുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഗ്യാസ് ട്രബിൾ എന്നത്. നെഞ്ചെരിച്ചിലും പുളിച്ചു തികട്ടലും കൊണ്ട് ബുദ്ധിമുട്ടുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വയറ് വീർക്കുക, വയറിൽ നിന്ന് സൗണ്ട് വരിക, അല്ലെങ്കിൽ ഏമ്പക്കം വരിക, ഓക്കാനം വരിക, അങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു യാത്രയ്ക്ക് പോകാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സാധാരണ കടയിൽ കിട്ടുന്ന ഗ്യാസ് ഗുളികകൾ വാങ്ങിച്ച് കഴിക്കാറാണ് എല്ലാവരും ചെയ്യാറുള്ളത്. പക്ഷെ അത്തരം ഗ്യാസ് ഗുളികകൾ ഇത്തരം പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഒരിക്കലും നൽകുന്നില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മൂലകാരണം കണ്ടെത്തി ചികിത്സിച്ചാൽ മാത്രമേ ഇത് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുള്ളൂ. ഈ വീഡിയോയിൽ നമുക്ക് ഗ്യാസിനെ കുറിച്ചും ഗ്യാസ് വരാനുള്ള കാരണങ്ങളെക്കുറിച്ചും അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. എന്തുകൊണ്ടാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഗ്യാസായിട്ട് മാറുന്നത്? നിങ്ങളുടെ ജീവിതശൈലിയും ഭക്ഷണ രീതിയും ഒക്കെ ഈ ബുദ്ധിമുട്ടിനെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് 6 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് സ്ട്രെസ്സാണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര വ്യാകുലതപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അത്രയും വേഗം തന്നെ ദഹിക്കാനും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ളൊരു ചാൻസ് വളരെയധികം കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുടലിൽ നല്ല ബാക്ടീരിയകളുണ്ട്, ചീത്ത ബാക്ടീരിയകളുണ്ട്. ചീത്ത ബാക്ടീരിയകൾ എന്ന് പറയുമ്പോൾ എച്ച് പൈലോറി ഇനത്തിൽപ്പെടുന്ന ബാക്ടീരിയകളാണ് മെയിനായിട്ട് നമുക്ക് ഈ ഗ്യാസ് ഉണ്ടാവാൻ കാരണമാവുന്നത്. ഈ എച്ച് പൈലോറി ബാക്ടീരിയകൾ കാർബോഹൈഡ്രേറ്റ്, ഷുഗർ പോലുള്ള കാര്യങ്ങളെ ഫെർമെൻറ്റേഷൻ അല്ലെങ്കിൽ പുളിപ്പിക്കൽ ചെയ്ത് മീഥേൻ, ഹൈഡ്രജൻ പോലുള്ള ഗ്യാസുകൾ പുറപ്പെടുവിക്കുന്നത് ഒരു കാരണമാണ്. അടുത്ത കാരണം എന്ന് പറയുന്നത് മലബന്ധം. നിങ്ങൾക്ക് മലബന്ധം എപ്പോഴും ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ മലം കറക്റ്റായിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ് ഉള്ളിൽ തന്നെ കെട്ടിക്കിടക്കാനും അതുമൂലം ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ എപ്പോഴും തുടർന്നുണ്ടാവാനും ഒരു കാരണമാവാറുണ്ട്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വേഗത്തിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നന്നായിട്ട് ചവച്ചരയ്ക്കാതെ അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ട് ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് ഉള്ളിൽ പോകുന്നതാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ചില ഭക്ഷണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഈ പയർ വർഗ്ഗത്തിൽപ്പെടുന്ന ചെറുപയർ, കടല പോലുള്ള വിഭവങ്ങൾ, അതേപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി ചില ഭക്ഷണങ്ങൾ പ്രത്യേകമായും പറയുകയാണെങ്കിൽ പാലുൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഗോതമ്പ് പോലുള്ള ഭക്ഷണങ്ങൾ ചില ആളുകൾക്ക് സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇൻടോളറൻസ് ഉണ്ടാക്കാറുണ്ട്. അതിനെ നമ്മൾ ലാക്ടോസ് ഇൻടോളറൻസ് അല്ലെങ്കിൽ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം എന്നത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ച് ഒരു 12 മണിക്കൂറോളം കഴിഞ്ഞിട്ടായിരിക്കും രാവിലെ ഫുഡ് കഴിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ രാവിലെ ഫുഡ് സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ കുറേ ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്താണ്, ഈ ആസിഡുകൾക്ക് വേണ്ട ഭക്ഷണം നമ്മൾ കൊടുക്കുന്നില്ല. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ ആസിഡ് സെക്രീഷൻ കൂടാനും ഈ ആസിഡ് മേലിലേക്ക് പൊന്തി വന്ന് നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കാരണമാവുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നെയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെയോ വെള്ളം കുടിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ വെള്ളം കൂടുതലായിട്ടുണ്ടാകുന്ന സമയത്ത് ഭക്ഷണം ദഹിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രാത്രിയിൽ ഉറങ്ങുന്നതിന് മിനിമം 2 മണിക്കൂർ മുന്നെങ്കിലും ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ച ഉടനെ കിടക്കുന്നതോ അല്ലെങ്കിൽ കഴിച്ച ഉടനെ ഉറങ്ങാൻ പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ദഹനത്തിനെ നന്നായിട്ട് ബാധിക്കും. ഇനി നിങ്ങൾക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. എല്ലാ ദിവസവും രാവിലെ ഇളം ചൂടുവെള്ളത്തിൽ ഇഞ്ചി നീരും നാരങ്ങ നീരും ചേർത്ത് കഴിക്കുന്നത് ദഹനം കൂടുതൽ എളുപ്പമാക്കാനും അതേപോലെ തന്നെ വയറിലുള്ള ടോക്സിസിറ്റി അല്ലെങ്കിൽ വിഷാംശങ്ങളെ അകറ്റാനുമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആയിട്ടുള്ളത് ആ സമയത്ത് ഒരു 10 മിനിറ്റ് യോഗയോ അല്ലെങ്കിൽ ഒരു നടത്തം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശീലിക്കുന്നത് നമ്മുടെ ദഹന പ്രക്രിയ കൂടുതൽ സ്മൂത്തായിട്ട് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോബയോട്ടിക്സ്
ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ തലേ ദിവസത്തെ പഴങ്കഞ്ഞിയോ അല്ലെങ്കിൽ തൈര് പോലുള്ള കാര്യങ്ങൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുമ്പോൾ അത് കുടലിലുള്ള നല്ല ബാക്ടീരിയകളെ കൂട്ടാനും ചീത്ത ബാക്ടീരിയകളെ നശിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ സ്ട്രെസ്സ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി അതിനെക്കുറിച്ച് ആലോചിക്കാതെ അല്ലെങ്കിൽ സ്ട്രെസ്സെന്ന് പരമാവധി വിട്ടു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യാവുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് എന്തിനെക്കുറിച്ചെങ്കിലും ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ആകുലതപ്പെട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനും നമ്മുടെ കുടലും എല്ലാം ഒരു കണക്ഷനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മാനസികമായിട്ട് നിങ്ങൾ കൂടുതലും ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അതേപോലെ തന്നെ ബോഡി ആക്ടിവിറ്റിയും കൂടും, അതേപോലെ ദഹന പ്രക്രിയയും കൂടും. അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് ദഹിച്ചു പോവുകയും വയറ് കാളിച്ച സമയമാവുന്നതിന് മുന്നേ തന്നെ വിശക്കാൻ തുടങ്ങുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റം കാണുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ സമീപിക്കാം. നമ്മളിവിടെ ജർമ്മൻ പൊട്ടൻസി ഹോമിയോപ്പതി മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ തന്നെ ഒരുപാട് പേഷ്യൻസിൻ്റെ ബുദ്ധിമുട്ടുകളെ ട്രീറ്റ് ചെയ്ത് മാറ്റിക്കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ധൈര്യമായിട്ട് സമീപിക്കാം. നമ്മൾ നിങ്ങളോട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് കാരണം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് മനസ്സിലാക്കി അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും മരുന്നുകളും തരാൻ നമുക്ക് പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.